ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മാർഗരറ്റ് ആറ്റ്വുഡിൻ്റെ ജേർണി ടു ദ ഇൻറ്റീരിയർ എന്നുള്ള പോമാണ് നോക്കാൻ പോകുന്നത്. അതായത് ആ പോയറ്റിനെ കുറിച്ച് നമുക്കൊരു 2 സെന്റൻസ് നോക്കാം. മാർഗരറ്റ് ആറ്റ്വുഡ് എന്ന് പറയുന്നത് ഒരു കനേഡിയൻ പോയറ്റാണ്. അവരൊരു നോവലിസ്റ്റും കൂടിയാണ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റും കൂടിയാണ്. അപ്പോൾ അവരുടെ വർക്ക്സിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ലൈഫും ആർട്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ നേച്ചറിനെ കുറിച്ച്, ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ച്, റിലിജിയനെ കുറിച്ച്, അതുപോലെ തന്നെ ജെൻഡർ ഇഷ്യൂസിനെ കുറിച്ചൊക്കെയാണ് അവർ എഴുതുന്നത്. പിന്നെ ഈ ഒരു പോയം എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ മൈൻഡിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. അതായത് ഹ്യൂമൻ മൈൻഡിനെ ഒരു ലാൻഡ്സ്കേപ്പുമായിട്ട് കമ്പയർ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. അതായത് ഹ്യൂമൻ മൈൻഡിനെ കുറിച്ച് ഇവരൊരു എക്സ്പ്ലോറേഷൻ നടത്തുവാണ്. അപ്പോൾ ഒരു സിമ്പിൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതായത് ആ ഒരു ഹ്യൂമൻ മൈൻഡിന്റെ എക്സ്പ്ലോറേഷൻ, നമ്മുടെ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. അപ്പൊ ആ ഒരു ടാസ്കിനെയാണ് ഇവിടെ നമ്മുടെ പോയിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഇവര് ഈ മൈൻഡിനകത്തോട്ട് ട്രാവൽ ചെയ്യുന്നത് പോലെയാണ് നമുക്ക് ഈ പോയം വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു പോയം എന്ന് പറയുന്നത് ഒരു മെറ്റഫർ ആണ്. അതായത് ഈ മൊത്തത്തിൽ നമുക്ക് ഈ പോയത്തിനെ മെറ്റഫർ എന്ന് വിളിക്കാം. അതായത് നമ്മുടെ ഹ്യൂമൻ മൈൻഡിനെ ഇവര് ലാൻഡ്സ്കേപ്പുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ മെന്റൽ വേൾഡ്, അതായത് നമ്മുടെ ഹ്യൂമൻ മൈൻഡിലേക്കുള്ള ഒരു ജേർണി ആയിട്ടാണ് ഈ ഒരു പോയം പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ 2 പാർട്ടാണ് ഉള്ളത്. ഫസ്റ്റ് പാർട്ടിനകത്ത് അവർ ക്രിയേറ്റിവിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് അവർക്ക് എങ്ങനെ എഴുതാൻ സാധിക്കുന്നു, മൈൻഡ് എങ്ങനെയാണ് അതിനെ സഹായിക്കുന്നത് അവരെ. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് റിയൽ ലൈഫ് ജേർണി, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ഫ്രീ വേഴ്സിലാണ് ഇത് എഴുതി പോയേക്കുന്നത്. അതായത് യാതൊരു വിധത്തിലുള്ള റൈമോ മീറ്ററോ ഒന്നും ഇല്ല. മൈൻഡിനെ ഒരു ഹില്ലി ലാൻഡ്സ്കേപ്പുമായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതാണ് ജേർണി ടു ദ ഇന്റീരിയർ എന്ന് പറയുന്നത്. ഇന്റീരിയർ ഓഫ് എ ഹ്യൂമൻ മൈൻഡ് ആണ്, അല്ലെങ്കിൽ ഇന്റീരിയർ ഓഫ് ദി പോയറ്റ്സ് മൈൻഡ് തന്നെയാണ് ഇവരിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്കൊരു മെറ്റഫർ എന്ന് വിളിക്കാം. ഹ്യൂമൻ മൈൻഡിലേക്കുള്ള ഒരു ജേർണിയാണിത്. മൈൻഡ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് നമ്മുടെ, അല്ലെ? നമുക്ക് തന്നെ ചില കാര്യങ്ങൾ, നമ്മുടെ തന്നെ ആക്ഷൻസ് ചിലപ്പോൾ കോംപ്രിഹെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കാൻ ചിലപ്പോൾ പറ്റില്ല. ചില സമയത്ത് നമ്മുടെ പെരുമാറ്റവും വർത്താനവും അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മൈൻഡിനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള റീജിയൻ ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത്. സോ ആ മൈൻഡിലുള്ള തോട്ട്സിനെ ഇവര്, അല്ലെങ്കിൽ ആ മൈൻഡിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹില്ലി ലാൻഡ് ഏരിയ ആയിട്ടാണ് ഇവര് കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം അതായത് ഒരു ആളുടെ സഹായമില്ലാതെ അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻസ് ഇല്ലാതെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിൽ അല്ലെങ്കിൽ ഒരു ഹില്ലി ഏരിയയിൽ നമ്മൾ എങ്ങനെയാണ് അത് സേഫ് ആയിട്ട് നമുക്ക് ഇറങ്ങി നടക്കാൻ സാധിക്കുമോ? അതുപോലെ തന്നെയാണ് ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഹ്യൂമൻ മൈൻഡിനെ, നമ്മുടെ മൈൻഡിനെ നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ ശ്രമിച്ചാലും നമുക്ക് അത്രയ്ക്ക് അതൊരു സേഫ് ആയിട്ടുള്ള കാര്യമല്ല എന്നോ, അല്ലെങ്കിൽ അതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണെന്നും ഇവിടെ പോയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ മൈൻഡിലേക്കുള്ള ആ ഒരു റെഗുലർ ജേർണി, അതായത് പോയറ്റ് എഴുതാൻ തുടങ്ങുമ്പം പോയറ്റ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും എഴുതുന്നത് കൊണ്ട് അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയെ എൻകറേജ് ചെയ്യുന്നത് അവരുടെ മൈൻഡാണ്. സോ അവർക്ക് ഈ ഒരു ജേർണി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അവർ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു ജേർണിയാണ് ഈ മൈൻഡിലേക്കുള്ള ജേർണി എന്ന് പറയുന്നത്. കാരണം എന്താണ്, അവർക്ക് ഈ പോയട്രി എഴുതാനുള്ള തോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഇവരുടെ മൈൻഡ് തന്നെയാണ്. സോ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈൻഡിലോട്ടുള്ള ജേർണി ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് എളുപ്പമാകാറുണ്ട്. കാരണം അവർ എല്ലാ ദിവസവും ഈ മൈൻഡിനെ ഇങ്ങനെ എക്സസൈസ് ചെയ്യാറുണ്ട്. അതായത് ഈ ഒരു ജേർണി അവർ എല്ലാ ദിവസവും നടത്താറുണ്ട്. കാരണം അവർക്ക് ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ ഇവർക്ക് പോയട്രി എഴുതാനുള്ള, അല്ലെങ്കിൽ കഥകൾ എഴുതാനോ നോവൽ എഴുതാനുള്ള ഒരു ഇത് കൊടുക്കുന്നത് ആരാണ്? ചാൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കഴിവ് കൊടുക്കുന്നത് ആരാണ്? ഇവരുടെ മൈൻഡ് തന്നെയാണ്. അല്ലെങ്കിൽ ഇവർ പറയുവാണ്, ഇങ്ങനെയുള്ള ജേർണികൾ ഞാൻ നടത്തിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്നേക്കുമായിട്ട് ലോസ്റ്റ് ആയി പോകും, വഴിതെറ്റി ഞാൻ പോകുമെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അടുത്തേന്ന് പറയുന്നത് ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നത്. 2 പാർട്ടിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. അതായത് ഹ്യൂമൻ മൈൻഡിനെ ലാൻഡ്സ്കേപ്പുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ക്രിയേറ്റിവിറ്റിയെ കുറിച്ചൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഒരു ജേർണി, റിയൽ ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് അല്ലെങ്കിൽ റിയൽ ലൈഫ് ജേർണിയെ കുറിച്ചാണ് ഇവരിവിടെ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സെക്ഷനകത്ത് 3 ലോങ് സ്റ്റാൻസാസ് ആണുള്ളത്. നെക്സ്റ്റ് പാർട്ടിനകത്ത് 4 ഷോർട്ട് സ്റ്റാൻസാസ് ആണ് ഉള്ളത്, 4 ഷോർട്ട് ആയിട്ടുള്ള സ്റ്റാൻസാസ്. ആൻഡ് അതുപോലെ തന്നെ ഒരു മോണോലോഗ് പോലാണ് ഇത് പറഞ്ഞു പോകുന്നത്. മോണോലോഗ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു സിംഗിൾ സ്പീക്കറേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റൈമോ മീറ്ററോ ഒന്നും ഇല്ല. അതുകൊണ്ട് ഇതൊരു ഫ്രീ വേഴ്സ് പോയമാണ്. VERSE ആണ് കേട്ടോ.
പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫിഗറേറ്റീവ് ലാംഗ്വേജ് നമുക്ക് നോക്കാം. തീംസ് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ 12 വരിയുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ മാർഗരറ്റ് ആറ്റ്വുഡ് പറയുവാണ്, അവരുടെ ആ ഒരു ജേർണി എന്ന് പറയുന്നത് ബിഗിൻ ചെയ്യുന്നത് കുറെ സിമിലാരിറ്റീസുമായിട്ടാണ്. അതായത് അവരുടെ മൈൻഡും ആ ഒരു ലാൻഡ്സ്കേപ്പും തമ്മിലുള്ള സിമിലാരിറ്റീസ്, ആ ഒരു കമ്പാരിസൺ വെച്ചിട്ടാണ് ഇവർ തുടങ്ങുന്നത്. നമ്മുടെ ഹ്യൂമൻ മൈൻഡ് അല്ലെങ്കിൽ അവരുടെ മൈൻഡ് എന്ന് പറയുന്ന ഒരു ഹില്ലി ലാൻഡ് ഏരിയ പോലെയാണെന്നാണ് ഇവർ പറയുന്നത്. അത് രണ്ടും തമ്മിൽ നല്ല സിമിലാരിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ ഹില്ലി ഏരിയയുമായിട്ട് മൈൻഡിനെ കമ്പയർ ചെയ്യുന്നത്. ആൻഡ് ദെൻ ഇവർ പറയുവാണ് ഹിൽസ് എന്ന് പറയുന്നത് എന്താണ്, ഇവരിപ്പം മൈൻഡിലോട്ട് യാത്ര തുടങ്ങി. അതായത് ഇവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയാണ് ഈ ഒരു ഹിൽ ലാൻഡ്സ്കേപ്പ് ആയിട്ട് ഇവരെ കൊണ്ടത് കമ്പാരിസൺ നടത്തുന്നത്. അതായത് ഇവരൊരു പോയട്രി എഴുതുവാണല്ലോ, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഇവരുടെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ റിസൾട്ടാണ്. അപ്പോൾ ഇവർ പറയുന്നത്, ഇവർ ഈ പോയം എഴുതുമ്പോൾ ഇവരെന്താണ് ഇതൊക്കെ ഇമാജിൻ ചെയ്യുവാണ് മൈൻഡിൽ. ഇപ്പോൾ മൈൻഡിനെ ഒരു ഹില്ലി റീജിയൻ ആയിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമേജ് ഇവരുടെ മൈൻഡിൽ പതിയണം. അതായത് ഇവർ ഒരു മൈൻഡിനകത്തോട്ട് കയറുന്നതായിട്ട് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഏരിയയിലോട്ട് കയറുന്നതായിട്ട് സങ്കല്പിക്കുക. അവരകത്തോട്ട് കയറിയപ്പോൾ ഒരു ഹില്ലി റീജിയനാണ് കണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തുടങ്ങുന്നത്. ഇവർ പറയുന്നത് ഈ ഹില്ലി റീജിയൻ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് തോന്നുന്നത്. അതായത് ഒരു ഭിത്തി പോലാണ് ഇവർക്ക് തോന്നുന്നത്, ഒരു മതില് പോലാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരു 2D ഇമേജ് പോലാണ് ഇവർക്ക് തോന്നുന്നത്. അപ്പൊ ഈ ഭിത്തി ഇങ്ങനെ ഇവരുടെ നടുക്ക് കയറി നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ആ ഭിത്തിയുടെ ബാക്കിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഇവർക്കൊരു സൈറ്റ് കിട്ടുന്നില്ല. അതായത് വാട്ട് ഇസ് ബിഹൈൻഡ് ദ വാൾ എന്നുള്ളതിനെ കുറിച്ച് ഇവർക്ക് ഒരു ഐഡിയയും ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് വന്നു കാണും, ക്യൂരിയോസിറ്റി വന്നു, എന്താണ് അപ്പുറത്തെ സൈഡിലുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഹ്യൂമൻ മൈൻഡിനെ കുറിച്ച് ഇവർ ജസ്റ്റ് പറയുവാണ്. ഹ്യൂമൻ മൈൻഡിനകത്ത് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നും ഈ ക്രിയേറ്റീവ് പ്രോസസ്സൊക്കെ എങ്ങനെയാണ് ഹാപ്പൻ ചെയ്യുന്നതെന്നും നമ്മുടെ പോയറ്റിന്റെ ഒരു ക്യൂരിയോസിറ്റി, ഇതാണ് സിമ്പിളായിട്ട് പറയാവുന്നത്. അതിനെയാണ് അവർ പറയുന്നത്, നമ്മുടെ മൈൻഡിനകത്തൊരു ഭിത്തി ഉണ്ടെന്നും ആ ഭിത്തിയുടെ പുറകിലുള്ള കാര്യങ്ങൾ എനിക്കറിയാൻ ക്യൂരിയസ് ആയെന്നുമാണ് ഇവർ പറയുന്നത്. പിന്നീട് ഇവർ ആ ഒരു ഹില്ലിലോട്ട് പോകുമ്പോൾ, ആ ഹില്ലെന്ന് പറയുന്നത് തന്നെ ഒരു മെറ്റഫറാണ് കേട്ടോ. അതായത് അങ്ങനെ ഒരു ഹില്ലില്ല, പക്ഷെ ഇവർ മൈൻഡിനെ ഹില്ലായിട്ട് സങ്കല്പിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ മൈൻഡിനെ കുറിച്ച് നമുക്കൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമുക്ക് മൈൻഡിനെ എന്ത് വേണമെങ്കിലായിട്ടും സങ്കല്പിക്കാം. പക്ഷെ ഇവർ ഹില്ലാണ് എടുത്തത്. കാരണം എന്താ, ഹില്ലിനും മൈൻഡിനും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത്. എന്നിട്ട് പറയുവാണ്, ഇവർ ആ ഒരു ഹില്ലിലോട്ട് കയറിയപ്പോൾ ആ ഹില്ലിനകത്തൊരു പാസേജ് കണ്ടു. ആ പാസേജ് ഇങ്ങനെ അനങ്ങുന്നത് പോലെയും പാസേജ് ഓപ്പൺ ആവുന്നത് പോലെയും ഇവർക്ക് തോന്നി. അതായത് ഇവർ മൈൻഡിനകത്ത് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു തോട്ട് പ്രോസസ്സിനകത്ത് ഇവർ പ്രവേശിച്ചു കഴിഞ്ഞു. അതാണ് ഇവിടെ പറയുന്നത്. ഇവരകത്ത് കയറിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇതൊരു അന്തമില്ലാത്ത അതായത് ഒരു എൻഡ്ലെസ് ആയിട്ടുള്ളൊരു റീജിയൻ ആണ് മൈൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് അവർ കമ്പയർ ചെയ്യുന്നത് ഒരു നോർത്ത് അമേരിക്കയിലുള്ള ഗ്രാസ് ലാൻഡുമായിട്ടാണ് ഇവരിവിടെ കമ്പയർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഭൂമി പോലെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഗ്രാസ് ലാൻഡ് പോലെയാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. പിന്നെ അപ്പൊ ഇവിടെ ആരാണ് പോയിറ്റിന്റെ തന്നെ മൈൻഡിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് ഇവരിവിടെ നടത്തുന്നത്. അപ്പൊ ഇവിടെ അവർ കാണുന്നുണ്ട്, കുറെ ട്രീസിനെ അവർ കാണുന്നുണ്ട്. ട്രീസ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റിവിറ്റിയുടെ മെറ്റഫറാണ്. അതുപോലെ തന്നെ ട്രീസ് എങ്ങനെയാണ് വളരുന്നത്, വളരെ തിൻ ആയിട്ടാണ് വളരുന്നത്. അതിന്റെ റൂട്ട്സ് ഉള്ളത്, അതിന്റെ വേരുകൾ ഉള്ളത് ഈ ചതുപ്പ് നിലങ്ങളിലാണ്. അപ്പൊ അവരവിടെ ചതുപ്പ് നിലവും കണ്ടു കഴിഞ്ഞു. ഈ ചതുപ്പ് നിലം, അതായത് സ്വാംസ് എന്ന് പറയും, SWAMPS. സ്വാംസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നെഗറ്റീവ് ഏരിയയാണ്, മൈൻഡിലെ നെഗറ്റീവ് ഇമോഷൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഏരിയയാണ് ഇത് കാണിക്കുന്നത്. അതായത് പോയറ്റിന് ശരിക്കും പറഞ്ഞ ഈ പ്രോസസ്സ് എന്തിനെയാണ് കാണിക്കുന്നത്, ക്രിയേറ്റിവിറ്റിയെ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. അതായത് പോയറ്റ് ആദ്യമേ എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതി തീരാൻ പറ്റുമോ, ഇല്ല. ഐഡിയാസ് വരുമോ, ഇല്ല. അതാണ് അവർ ഭിത്തിയെ കണ്ടെന്ന് പറയുന്നത്. ഇവർ പറയുവാണ്, ഒരു ബ്ലോക്ക് പോലെ ഇവരുടെ മൈൻഡിൽ എന്തോ നിൽക്കുവാണ്, എഴുതാൻ പറ്റുന്നില്ല. ആ ഭിത്തിയാണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് ക്രിയേറ്റീവായിട്ട് റൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ബ്ലോക്കിന്റെ അപ്പുറത്ത് എന്താണെന്ന് ഇവർക്ക് അറിയണം. അതായത് ഇവർക്ക് ഈ പോയം കംപ്ലീറ്റ് ചെയ്യണം, ഇവർക്ക് ക്രിയേറ്റിവിറ്റി വേണം. സോ ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി, പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അറ്റംപ്റ്റുകൾ നടത്താൻ തുടങ്ങി. അതാണ് ഇവരൊരു പാസേജിനകത്തോട്ട് കയറി എന്ന് ആര് പറയുന്നത്, പോയറ്റ് പറയുന്നത്. സോ പോയറ്റിന്റെ മൈൻഡിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പാസേജിനകത്തോട്ട് കയറിയപ്പോഴാണ് മനസ്സിലായത് ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത്, അതായത് ഇവരുടെ തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതാണ് ആ ലാൻഡ്സ്കേപ്പ് വളരെ വലുതാണെന്നും അവിടെ ട്രീസ് ഉണ്ടെന്നും, ട്രീസ് എന്ന് വെച്ചാൽ അവരുടെ ക്രിയേറ്റിവിറ്റിയെ സൂചിപ്പിക്കുന്നു. അതിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ഈ ചതുപ്പ് നിലത്തിലാണ് കിടക്കുന്നതെന്നും ആ ഒരു ചതുപ്പ് നിലം എന്ന് പറയുന്നത് നെഗറ്റീവ് ഏരിയ ആണ് കാണിക്കുന്നത്. അതായത് അവർക്ക് എഴുതാൻ പറ്റുന്നില്ല, ക്രിയേറ്റിവിറ്റി ബ്ലോക്ക് ആയിട്ടിരിക്കുക. ആ ഒരു ഏരിയയാണ് ഇവിടെ ചതുപ്പ് നിലമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് എന്താണ്, ഇവരുടെ മൈൻഡിനെ അവരൊരു പാവപ്പെട്ട ഒരു കൺട്രി ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് കാനഡയുമായിട്ടാണ് ഇവരിവിടെ കമ്പയർ ചെയ്യുന്നത്. ഒരു പുവർ കൺട്രി ആയിട്ട് ഇവരുടെ മൈൻഡിനെ കമ്പാരിസൺ നടത്തുവാണ്. പുവർ കൺട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാനഡയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. കാരണം കാനഡയിൽ നിന്നാണ് കനേഡിയൻ റൈറ്റർ ആണല്ലോ. പിന്നത്
പിന്നെ പറയുന്നത് എന്താണ്, കുറച്ചും കൂടി ദൂരോട്ട് അവർ നടന്നപ്പോൾ അവരൊരു റഫായിട്ടുള്ള ഒരു കുഞ്ഞു ക്ലിഫ് കണ്ടു. ആ ക്ലിഫ് ദൂരെ നിന്ന് നോക്കിയപ്പോൾ വളരെ പ്ലെയിൻ ആയിട്ടാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് പോകാനായിട്ട് തോന്നിയില്ല, കാരണം റഫായിട്ട് തോന്നി. പിന്നെ ഒരു പ്ലെയിനുമാണ്, അപ്പോൾ അത്രയും ദൂരം നടക്കണ്ടേ. അതെന്തിനെയാണ് കാണിക്കുന്നത്? ഹ്യൂമൻ മൈൻഡിലേക്കുള്ള ആ ഒരു ഇൻആക്സസിബിലിറ്റിയെ കുറിച്ചാണ്. അതായത് നമുക്ക് നമ്മുടെ മൈൻഡിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചധികം ഡൗട്ട്സ് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു റഫ് ക്ലിഫ് എന്ന് പറയുന്നത്. പിന്നെ ഫൈനൽ ലൈൻ ഓഫ് ദി സെങ്ഷൻ, ഇനി അടുത്തത് അതാണ് ഈ ഒരു 12ാമത്തെ ലൈൻ വരെയുള്ള എക്സ്പ്ലനേഷൻ. 13 തൊട്ട് 20 വരെയുള്ള ലൈൻ എന്ന് പറയുന്നത് ഈ ജേർണിയിലുള്ള ഡിഫിക്കൽട്ടീസിനെ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. ഇവരൊരു മാപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. മാപ്പ് എന്ന് പറയുന്നത് എന്താണ്? അതും ഒരു മെറ്റഫർ തന്നെയാണ്. അതായത് അവരൊരു ഫിസിക്കൽ മാപ്പ് കാണുന്നു, അതിനകത്ത് കുറെ ഡോട്ടഡ് ലൈൻസ് കാണുന്നു. റിയൽ വേൾഡിൽ ഒരു മാപ്പിനെ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. അതായത് ഒരു മാപ്പ് ഉണ്ട്, നമുക്ക് മാപ്പ് വെച്ചിട്ടാണല്ലോ നമ്മൾ അൺനോൺ ആയിട്ടുള്ള ഏരിയാസിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. സോ ഈ സ്പീക്കറിന്റെ കാര്യത്തിൽ അവർക്ക് അങ്ങനെ ഒരു മാപ്പ് ഇല്ല. ഹ്യൂമൻ മൈൻഡിനകത്തോട്ട് കിടക്കാനുള്ള അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു മാപ്പ് അവരുടെ കയ്യിലില്ല. ഫിസിക്കൽ ആയിട്ടുള്ള ഏരിയാസ് നമുക്കിപ്പോൾ കാനഡയിൽ ഒരു സ്ഥലം അറിയണമെങ്കിൽ കനേഡിയൻ മാപ്പ് അറിഞ്ഞാൽ മതി. ഹ്യൂമൻ മൈൻഡിനെ കുറിച്ച് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അകത്തോട്ട് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല മാപ്പ് ഉണ്ടോ? ഇല്ല. പിന്നീട് അവർ പറയുന്നത്, ഇനി ട്രാവൽ ചെയ്യുമ്പോൾ പക്ഷേ എൻ്റെ ഹ്യൂമൻ മൈൻഡിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ വളരെ ബോൾഡായിട്ട് വേണം ട്രാവൽ ചെയ്യാൻ. കാരണം എന്താണ്? അവരിൽ തന്നെ വിശ്വസിക്കുകയും വേണം. അവരുടെ ആ ഒരു ജേർണിയിൽ ഇവർക്ക് ട്രസ്റ്റ് ഉണ്ടാവണം. ഒരുപാട് തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ കാണും. ബ്രാഞ്ചസ് എന്ന് വെച്ചാൽ ഒരുപാട് തടസ്സങ്ങൾ കാണും. ഈ ഒരു സെക്ഷനകത്ത് ആറ്റ്വുഡ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ മൈൻഡിലോട്ട് അവർ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ആ സെൻസസ് യൂസ് ചെയ്ത് ജേർണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് പിന്നെ ഇവിടെ ലൈറ്റിനെ കുറിച്ചും ഡാർക്ക്നെസ്സിനെ കുറിച്ചും ഒക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്. അതായത് മൈൻഡിനകത്ത് ഇങ്ങനെ 2 കാര്യങ്ങളുണ്ടെന്നും. പിന്നെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഡിയൻസിന്റെ അടുത്ത് പറയുന്ന ഈ ജേർണിയെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ്. അതായത് ഏതൊക്കെ ഏരിയാസിലോട്ട് ഇവർ കണ്ടു, എന്തൊക്കെയാണ് ഇവർ കണ്ടത്, എന്തൊക്കെയാണ് ഇവർ ഫീൽ ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആൻഡ് പുതിയ പുതിയ റീജിയൻസ് ഒന്നും ഇവർക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ഇവിടെ പറഞ്ഞ മാപ്പ് ഒന്നും കയ്യിലില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ സാധിക്കുന്നില്ല ഹ്യൂമൻ മൈൻഡിനെ കുറിച്ച്. ദെൻ നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് 21 തൊട്ട് 29 വരെയുള്ളതാണ്. അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ മൈൻഡിനെ കുറിച്ചുള്ള ഒരറിവ് ഇല്ല. അപ്പം ഇവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒന്നും ഇല്ല. അതായത് മാപ്പോ അല്ലാതെ ഇവർക്ക് ഹ്യൂമൻ മൈൻഡിനെ അല്ലെങ്കിൽ ഇവരുടെ മൈൻഡിനെ മനസ്സിലാക്കി എടുക്കാനുള്ള വലിയ കാര്യങ്ങളൊന്നും അതായത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇവരുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ് നടക്കുന്നത്, ഇതുപോലുള്ള പോയിന്റ്സ് ഒക്കെ എങ്ങനെയാണ് ഇവർക്ക് എഴുതാൻ സാധിക്കുന്നത് എന്നൊക്കെയാണ് ഇവർക്ക് അറിയേണ്ടത്. പക്ഷെ അതങ്ങോട്ട് നടക്കുന്നില്ല. ആൻഡ് പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ വേൾഡിൽ നമുക്ക് മാപ്സ് ഉണ്ട്. വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമുക്ക് പോവാത്ത സ്ഥലങ്ങളിൽ നമുക്ക് മാപ്പുമായിട്ട് പോവാം. അതെന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ആളുകൾ എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കുന്ന സംഭവമാണ് ഈ മാപ്പ് എന്ന് പറയുന്നത്, അല്ലേ? അതിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം, വിശ്വസിക്കാം ഈ മാപ്പുകളെ. പക്ഷേ ഹ്യൂമൻ മൈൻഡിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഹ്യൂമൻ മൈൻഡിന്റെ മാപ്പ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല. അതുപോലെ തന്നെ ഓരോ ആളുകൾക്കും ട്രാവൽ അല്ലെങ്കിൽ ഹ്യൂമൻ മൈൻഡിലേക്കുള്ള ജേർണി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും എന്ന് പറയുവാണ്. അപ്പോൾ ഓരോരുത്തരുടെയും മാപ്പ്, ഹ്യൂമൻ മൈൻഡിന്റെ മാപ്പ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഓരോരുത്തരുടെ മനസ്സിലും ഓരോ ചിന്തകളായിരിക്കുമല്ലോ, സെയിം തോട്ട്സ് ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നത് ഇല്ല. അതാണ് ഇവരിവിടെ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പിന്നീട് പോയറ്റ് അവരുടെ വീടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതും അവരുടെ ഇമാജിനേഷനാണ് കേട്ടോ. അവർ വീട്ടിലിരിക്കുവാണ്, അവർ ചെയറിലിരിക്കുവാണ്, അവരുടെ ഷൂവിനെ കുറിച്ച് അതായത് ചെരുപ്പിനെ കുറിച്ച് അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? പിന്നെ കിച്ചണിനെ കുറിച്ച് പറയുന്നുണ്ട്. കിച്ചണിനകത്ത് വൈറ്റ് മഷ്റൂംസ് ഉണ്ടെന്നും നൈഫ് ഉണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്, കത്തി ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ നമ്മളെ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ് ഓഡിയൻസിന്റെ അടുത്ത്. പിന്നീട് അടുത്ത പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പോയം എഴുതാനുള്ള ഒരു സെന്റൻസിനെ കുറിച്ചാണ് അടുത്ത് ഇവർ ആലോചിക്കുന്നത്. അപ്പൊ അത് ഒരുപാട് സമയം എടുക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ഇവർ കുറെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുവാണ്. പിന്നീട് ലൈൻസ് 30 to 34 പറയുന്നത് ഇവര് സ്വയം ഇവരുടെ അടുത്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. അതായത് ഇവർ ഈ ഒരു മൈൻഡിനകത്തോട്ട് നടക്കുന്നെന്ന് പറഞ്ഞല്ലോ, ഇവര് ശരിക്കും പറഞ്ഞാൽ സർക്കിൾസിൽ നടക്കുവാണ്. അതുകൊണ്ടാണ് ഇവർ എവിടെയും എത്താതെ പോകുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ഒരു സെന്റൻസ് പോലും എഴുതാൻ പറ്റാതെ ഇരിക്കുന്നത്. അതായത് ഇവർ മൈൻഡിൽ എങ്ങനെയെങ്കിലും എത്തണം, മൈൻഡ് തോട്ട്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. എങ്ങനെയെങ്കിലും ഒരു പോയം എഴുതണം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ തുടങ്ങിയ സ്ഥലത്ത് തന്നെയാണ് ഇവർ ഇപ്പോഴും നിൽക്കുന്നത്. അതായത് സർക്കിൾസിലായിരുന്നു ഇവർ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല.
പിന്നെ പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഹ്യൂമൻ മൈൻഡിന്റെ വർക്കിങ്ങിനെ കുറിച്ച് നമ്മൾ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണെന്നാണ് പറയുന്നത്. ഒരുപാട് പേര് ഈ ഒരു ജേർണി ഏറ്റെടുത്ത് നടന്നിട്ടുണ്ടെങ്കിലും കുറച്ച് പേര് മാത്രമേ സേഫ് ആയിട്ട് റിട്ടേൺ ചെയ്തിട്ടുള്ളൂ. അതായത് ഹ്യൂമൻ മൈൻഡിനെ കുറിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് കുറെ ആളുകൾ, അതായത് ഇങ്ങനെ യോഗ, മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അതിൽ സക്സസ്ഫുൾ ആയത് എന്നാണ് ഇവർ പറയുന്നത്. അപ്പം പിന്നെ ലൈൻസ് 35 to 44 പറയുന്നത് ഈ മൈൻഡിൽ എന്തുകൊണ്ടാണ് സേഫ് അല്ല എന്ന് പറയുന്നത് ഈ ഒരു ജേർണി. ഫസ്റ്റ് ഓഫ് ഓൾ കോമ്പസ് ഇല്ല, മാപ്പില്ല. അപ്പോൾ ഡയറക്ഷൻ എപ്പോഴാണെന്ന് അറിയാൻ സാധിക്കില്ല. സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നതെന്നോ സൂര്യന്റെ മൂവ്മെന്റ് എന്താണെന്നോ നമുക്ക് അറിയാൻ സാധിക്കില്ല. എല്ലായിടത്തും എന്താണ്, ഒരു വിൽഡേർനെസ് മാത്രമാണ്, ഒരുമാതിരി ഒരു വല്ലാത്തൊരു സെക്ലൂഷൻ അല്ലെങ്കിൽ ഒരു ലോൺലിനെസ് പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഡേഞ്ചറസ് ആണെന്ന് ഇത് പറയുന്നത്, മൈൻഡിനെ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യം. അതുപോലെ തന്നെ മൈൻഡിനെ തോൽപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മൈൻഡിന്റെ തോട്ട് പ്രോസസ് അറിയാൻ വേണ്ടിയുള്ള ഈ ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ കഠിനമാണ്. എന്നുവെച്ചാൽ അതിന് നമ്മൾ ആ ഒരു ജേർണിയിൽ എപ്പോഴും ഫസ്റ്റ് ആയിട്ട് നിൽക്കണം. അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ലോസ്റ്റ് ആയി പോകും എന്നാണ് ഇവർ പറയുന്നത്. അപ്പം അതായത് മൈൻഡിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഡിറക്ഷൻ തെറ്റി നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് പോകാം. അതായത് നമ്മൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കും എന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ നമുക്കൊരു പോയോ എഴുതാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചോ, ഒരു സെന്റൻസ് നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു സെന്റൻസ് എഴുതിയിട്ട് അതിന്റെ ബാക്കി ഭാഗം തപ്പുവാണ്. എങ്ങനെ എഴുതുന്നു നമ്മൾ എങ്ങനെ എഴുതും എന്ന് പറഞ്ഞ് സോ ഇവര് ഒരേ ഐഡിയ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അതായത് ഒരാൾക്ക്, അതായത് നമ്മളിപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പിൽ എത്തിപ്പെടുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങിച്ചില്ല. പക്ഷെ ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണെന്നാണ് ഇവർ പറയുന്നത്. അപ്പം എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വഴി നഷ്ടപ്പെടാം. അതായത് നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഇങ്ങനെ വോണ്ടർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ആ സെന്റൻസ് എഴുതാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മൾ അത് തന്നെ ഇങ്ങനെ, അതായത് ഇപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുകയാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ പഠിക്കാൻ ഉള്ളൊരു മൈൻഡ് ഇല്ല, പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ സെന്റൻസുമായിട്ട് ആ ഫുൾ ഡേ ഇരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പേജുമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഫുൾ ഡേ ഇരിക്കാം. അതാണ് ഇവർ പറയുന്നത് വഴി തെറ്റും എന്നുള്ളത്, മൈൻഡിലോട്ട് നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ. സോ അവർ അത് പറഞ്ഞിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റാൻസയ്ക്കകത്തും അവർ അത് തന്നെയാണ് പറയുന്നത്. അതായത് റീഡേഴ്സിന്റെ അടുത്ത് പറയുവാണ്, നിങ്ങൾ മൈൻഡിന്റെ കാര്യത്തിലൊക്കെ ഡീൽ ചെയ്യുമ്പം വളരെ ശ്രദ്ധിച്ച് വേണം ഡീൽ ചെയ്യാൻ, കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുവാണ്. സോ ആ മൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മുടെ മൈൻഡിന് നമ്മളെ എത്തിച്ചേർക്കാം. അതായത് നമ്മുടെ തോട്ട്സിന് അങ്ങനെ ഒരു കഴിവുണ്ട്. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ്, നമ്മൾ പഴയ ഒരു ചെറിയ ഒരു സാഡായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഓർത്ത് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ നമ്മൾ അത് തന്നെ ഇങ്ങനെ ആലോചിച്ച് മൈൻഡ് വറീഡ് ആക്കിക്കൊണ്ടിരിക്കും. സോ അതാണ് ഇവിടെ പറയുന്നത്. മൈൻഡ് എന്ന് പറയുന്നത് നമ്മളെ എവിടെ വേണമെങ്കിലും അതിനെ കൊണ്ടുപോകാം. കാരണം നമുക്കൊരിക്കലും അതിനെ അതായത് പെട്ടെന്ന് അങ്ങോട്ട് കൺട്രോൾ ചെയ്യാനുള്ളത് ഇത് കിട്ടത്തില്ല. അപ്പൊ ഇത് പറഞ്ഞിട്ടാണ് അവര് എൻഡ് ചെയ്യുന്നത്. പിന്നെ അടുത്ത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനകത്തുള്ള എന്താ പറയാ ലിറ്റററി ഡിവൈസസ് ഏതൊക്കെയാണെന്ന്. അതായത് മെറ്റഫർ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. മെറ്റഫർ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ മൈൻഡിനെ ഇവിടെ എന്തായിട്ട് കമ്പയർ ചെയ്യുകയാണ്, ഒരു ഹില്ലി ലാൻഡ്സ്കേപ്പുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഇവിടെ സിമിലീസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് സിമിലീസ് യൂസ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മുടെ മൈൻഡിനെ ഒരു വോളായിട്ട്, മതിലായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാസ് ലാൻഡുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു തടിക്കഷ്ണമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമേജറി യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇമേജസ്, ആ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് തന്നെ ഇമേജറിയാണ്. പിന്നെ എയർ, ലൈറ്റ്, ഡാർക്ക് ഇങ്ങനെയുള്ള ഇമേജസും ഇയാൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് തീം എന്ന് പറയുമ്പോൾ ഹ്യൂമൻ മൈൻഡിന്റെ ആ ഒരു മിസ്റ്ററി അല്ലെങ്കിൽ ഇൻആക്സസിബിലിറ്റിയാണ് തീം എന്ന് പറയുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുന്നൊരു സ്ഥലമല്ല ഹ്യൂമൻ മൈൻഡ്, അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ല ഹ്യൂമൻ മൈൻഡ്. പിന്നെ ഹ്യൂമൻ മൈൻഡിനെ ഇതുപോലെ ഹില്ലി ലാൻഡ്സ്കേപ്പ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുക. അതായത് മൈൻഡ് വളരെ കോംപ്ലക്സ് ആണെന്ന് പറയുക. റീഡേഴ്സിനെ ഇവർ വോൺ ചെയ്യുന്നുണ്ട്, കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. വളരെ ഹ്യൂമൻ മൈൻഡ് ബ്യൂട്ടിഫുള്ളും ആണ്, അതുപോലെ തന്നെ മിസ്റ്റീരിയസും ആണെന്ന് പറയുന്നുണ്ട്. അനദർ ഇമ്പോർട്ടന്റ് തീം എന്ന് പറയുന്നത് സെൽഫ് ഡിസ്കവറിയാണ്. എന്തിനാണ് ഇവരുടെ മൈൻഡിന്റെ അകത്തോട്ടുള്ള ജേർണിയെ കുറിച്ച് പറയുന്നത്? അവർക്ക് സെൽഫായിട്ട് ഇവരുടെ മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയാണ്, അത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ്. അതായത് സെൽഫ് നോളജ്, അതായത് ഇവരുടെ മൈൻഡിനെ കുറിച്ചുള്ളൊരു നോളജ് ഇവർക്ക് വേണം. അതുകൊണ്ടാണ് ഇവർ ഈ ഒരു ഹ്യൂമൻ മൈൻഡിലേക്കുള്ള ഒരു എന്താ പറയാ ജേർണി എന്ന് പറഞ്ഞ ഒരു പോയം എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതൊരു മെറ്റാഫിസിക്കൽ പോയമായിട്ട് കൺസിഡർ ചെയ്യാം നമുക്ക്. മെറ്റാഫിസിക്കൽ പോയം എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ദി വേൾഡ് പോയം. അതായത് ഇവിടെ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതായത് പിന്നെ മൈൻഡിനെ ഒരു ഹില്ലി റീജിയനായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു സാധാരണ പോയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവർ എഴുതിയിരിക്കുന്നത്, അല്ലേ?
അപ്പോൾ അതായത് ഒരു ഫിസിക്കൽ വേൾഡിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്, അല്ല, ഒരു ഔട്ട് ഓഫ് ദി വേൾഡ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഇവരിവിടെ പറയുന്നത്. അതുകൊണ്ട് ഇതിനൊരു മെറ്റാഫിസിക്കൽ പോയം എന്ന് പറയാം. METAPHYSICAL, ഫിസിക്കൽ വേൾഡിനെ കുറിച്ചുള്ള അല്ല, ഔട്ട് ഓഫ് ദി ഫിസിക്കൽ വേൾഡിനെ കുറിച്ചാണ് ഇവരിവിടെ പറയുന്നത്. അപ്പൊ മൈൻഡിനെ ഇവിടെ ഒരു ലാൻഡ്സ്കേപ്പുമായിട്ട് കമ്പയർ ചെയ്യുന്നത് തന്നെ അതിനൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ സിമിലാരിറ്റീസ് എന്താണെന്ന് പറയുന്നു, ഡിഫറൻസസ് എന്താണെന്ന് പറയുന്നു. ഹ്യൂമൻ മൈൻഡും ലാൻഡ്സ്കേപ്പും തമ്മിൽ രണ്ടുപേരും മാപ്പില്ല. ഹ്യൂമൻ മൈൻഡിന് മാപ്പ് കാണത്തില്ല, മറ്റേതിന് മാപ്പുണ്ട്. പിന്നെ അടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, ഇവരൊരു എക്സ്പീരിയൻസ്ഡ് ട്രാവലറാണ്. അതായത് ഇവരെപ്പോഴും ചെയ്യുന്ന കാര്യമാണ് ഹ്യൂമൻ മൈൻഡിലോട്ടുള്ള ഒരു ജേർണി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ റീഡേഴ്സിന് വായിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ കമ്പാരിസൺസ് ഇവർ നടത്തുന്നുണ്ട്. കമ്പാരിസൺസ് നടത്തുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം, ഹ്യൂമൻ മൈൻഡിനെ ഈ കുറച്ച് ക്രേസി ആയിട്ടുള്ള കമ്പാരിസൺസ് അവർ നടത്തുന്നത്. അതായത് ട്രീ ആയിട്ട്, ഹില്ലി ലാൻഡ്സ്കേപ്പ് ആയിട്ട്, അതിന്റെ ട്രീയുടെ റൂട്ടിനെ എന്താ പറയുക, ചതുപ്പ് നിലമായിട്ട്, അങ്ങനെയൊക്കെയാണ് കമ്പാരിസൺസ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം എന്തുകൊണ്ടാണ് ഈ ജേർണി എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്നത്, അത് മിസ് നേരത്തെ ഈ പോയത്തിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സിമിലാരിറ്റീസ് എന്താണ് ലാൻഡ്സ്കേപ്പും മൈൻഡും തമ്മിലുള്ളത്, പിന്നെ എന്തൊക്കെ ഡൊമസ്റ്റിക് ഇമേജസ് എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അവർ കിച്ചണിനെ കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ ഷൂ റാക്കിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ മഷ്റൂമിനെ കുറിച്ച് പറയുന്നു, നൈഫിനെ കുറിച്ച് പറയുന്നു. അതൊന്നും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അവർ പെട്ടെന്ന് തന്നെ, അതാ ഞാൻ പറഞ്ഞത്, മൈൻഡ് എന്ന് പറയുന്ന കണ്ടില്ലേ, പെട്ടെന്ന് വോണ്ടർ ചെയ്യുന്ന കാര്യമാണ്. അവർ മൈൻഡിന്റെ ജേർണിയെക്കുറിച്ചും ക്രിയേറ്റിവിറ്റിയെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടിരുന്ന സ്ത്രീ പെട്ടെന്ന് തന്നെ വീടിന്റെ കാര്യങ്ങളും കിച്ചണിന്റെ കാര്യങ്ങളിലോട്ടും വോണ്ടർ ചെയ്ത് അങ്ങ് പോയി. അപ്പൊ ഇതാണ് ഇതിനകത്ത് പറയുന്ന ഡൊമസ്റ്റിക് ഇമേജസ് എന്ന് പറയുന്നത്, അതായത് വീട്ടിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ. ഇതൊക്കെയാണ് ഇതിനകത്തുനിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം ആദ്യം എഴുതുമ്പോൾ മാർഗരറ്റ് ആറ്റ്വുഡിനെ കുറിച്ച് എഴുതുക, എന്നിട്ട് തീം എന്താണെന്ന് എഴുതിയിട്ട് വേണം, പേജ് നമ്പർ 28 കാര്യങ്ങളൊക്കെ എഴുതിയിട്ടൊക്കെ വേണം ഇതിനകത്തോട്ട് കടക്കാൻ. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.